ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ടാണ് കോടതി ഈ കേസിനെ കണ്ടത്. കാരണം തുടക്കം മുതൽ തന്നെ ഈ കേസിന്റെ ഗൂഢാലോചന നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു തീവ്രമായ ഒരു മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ പറയുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു തക്കതായ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇനിയും സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത കൂടി എന്ത് ചെയ്യുന്നുണ്ട് കോടതിയുടെ ഈ വിധി പ്രസ്താവനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഒരു പ്രണയം നടിക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അയാളോടൊപ്പം ജീവിക്കുകയും അല്ലെങ്കിൽ മരണം വരെ എന്ത് ചെയ്യുന്നു, അയാൾ മരണപ്പെടുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഈ നിഗൂഢമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒരാളെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഒരിക്കലും എന്തല്ല ഒരു പരിഷ്കൃത സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു കേരളീയ മനസാക്ഷിക്കോ അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം തന്നെ ചിലപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കുറ്റകൃത്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആദ്യമാകാം. കാരണം പലപ്പോഴും കാമുകനും കാമുകിയും ഒക്കെ തമ്മിൽ എന്തായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ കുറ്റകൃത്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്, അയാളെ ഇല്ലാതാക്കണമെന്നുള്ള കൃത്യമായി വിളിച്ചു വരുത്തി അയാളൊപ്പം ഈ പ്രണയത്തിൽ ഇരിക്കുകയും അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ എന്താണ് എല്ലാ തരത്തിലുള്ള ബന്ധം തുടരുകയും ചെയ്ത ശേഷം ആ ഷാരോണിന് ഈ പറഞ്ഞ പോലെ എന്താണ് വിഷം കൊടുക്കുകയും അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ എന്താണ് വളരെ ഏകദേശം 15 ദിവസത്തോളം ഷാരോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 15 ദിവസക്കാലവും ഷാരോണിന്റെ അടുപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഷാരോണിന്റെ അല്ലെങ്കിൽ ഉണ്ടായ അസുഖത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിന്റെ ദുഃഖം നടിച്ചുകൊണ്ട് എല്ലാവരെയും ബന്ധുക്കളെയും അല്ലെങ്കിൽ നാട്ടുകാരെയും ഈ പറഞ്ഞ ഹോസ്പിറ്റലിലുള്ള ആളുകളെയും അന്വേഷണ സംഘത്തെയും ഒക്കെ തന്നെ വഴിതിരിച്ചു വിട്ട ഒരു സമീപനമാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ അതിനുശേഷവും എന്താണ് ആ പെൺകുട്ടി ഈ പറയുന്ന കേസുകൾക്ക് അന്വേഷണം തുടങ്ങുന്ന സമയത്ത് ഈ അന്വേഷണത്തോടൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഈ നിസ്സഹകരിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും ഈ പെൺകുട്ടി ഒരുപാട് ഗൂഗിളിലൂടെ എന്ത് ചെയ്യുന്നു വിഷക്കൂട്ടുകൾ സെർച്ച് ചെയ്യുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ ഉള്ള ലഹരികളെ കുറിച്ച് പഠനം നടത്തുന്ന തെളിവുകളൊക്കെ ശാസ്ത്രീയമായി കണ്ടെത്തുകയും അങ്ങനെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് എന്ത് ചെയ്യുന്നത് ഈ പെൺകുട്ടി കുറ്റം സമ്മതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ കുറ്റം സമ്മതിച്ചിട്ടില്ല. അതിനുശേഷമാണ് നമ്മളറിയാം കേസിന്റെ വിചാരണ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കുറ്റകൃത്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തോട് അല്ലെങ്കിൽ ഈ അന്വേഷണത്തോട് നിസ്സഹരിക്കുന്ന സമീപനമാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നുണ്ടായത്. എന്നാൽ കൃത്യമായ ഈ ശാസ്ത്രീയ തെളിവുകളുടെ മുമ്പിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൊഴികളുടെ മുമ്പിലും അസാമാന്യമായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിട്ടുള്ള അവരുടെ സുഹൃത്തുക്കളുടെ എല്ലാം തന്നെ സാക്ഷിമൊഴികൾ കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. കൃത്യമായ ഈ പറയുന്ന സാക്ഷികളെയൊക്കെ തന്നെ അവതരിപ്പിക്കുവാനും അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ അവതരിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ശിക്ഷാവിധിയിലേക്ക് കോടതിക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ കോടതിയുടെ നിരീക്ഷണം വളരെ വലുതാണ്. കാരണം കോടതി ഈ കാര്യത്തിൽ പറഞ്ഞത് എന്താണ്, മരിക്കുന്ന വരെ എന്ത് ചെയ്തു ഈ പറയുന്ന വിശ്വാസം, അതായത് ഈ പറയുന്ന പ്രണയം, അതായത് ഈ ഷാരോണിന് ഗ്രീഷ്മയോടുള്ള പ്രണയം, അത് കോടതി പ്രത്യേകമായിട്ട് തന്നെ വിധിന്യായത്തിന് മുമ്പ് എടുത്തു കാണിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു വലിയ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ്. കാരണം ഇത് തന്നെയുമല്ല, ഒരു പെൺകുട്ടിക്ക് ഈ വധശിക്ഷ ലഭിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവിലായിരുന്നു ഈ പറയുന്ന ഗ്രീഷ്മയുടെ അഭിഭാഷകരും ഒക്കെ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ കേസുകളുടെ വിചാരണ വേളയിലൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ കോടതി പറയുന്നു ഈ പറയുന്ന കുറ്റകൃത്യത്തിന്റെ തീവ്രത അനുസരിച്ച് ആണോ പെണ്ണോ എന്ന വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. ഇത്ര തീവ്രമായിട്ടുള്ള കുറ്റം ചെയ്തവർക്ക് അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കുറ്റം ചെയ്തവർക്ക് വധശിക്ഷ തന്നെയാണ് വേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ പ്രതിഭാഗം വാദിച്ചതുപോലെ ഈ പ്രായത്തിന്റെ ഇളവ് വേണമെന്നുള്ള ആവശ്യം അതൊക്കെ നിരാകരിക്കുന്ന ഒരു കാര്യം കണ്ടല്ലോ. അതും പ്രായത്തിന്റെ ഇളവ് സാധാരണ നിലയ്ക്ക് കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ തന്നെ കോടതി ലഭിക്കാറുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ കോടതി കാണുന്നത് ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ ഗ്രീഷ്മമാർ സമൂഹത്തിൽ ഉണ്ടായാൽ ഈ സമൂഹത്തിൽ ഇതുപോലുള്ള കേസുകൾ വീണ്ടും ആവർത്തിക്കപ്പെടും. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ സമൂഹത്തിന് തക്കതായിട്ടുള്ള ഒരു മെസ്സേജ് എന്ത് ചെയ്യണം, ഇതിലൂടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട്, അതായത് കോടതിയുടെ വിധിന്യായം വളരെ വ്യക്തമാണ്. ഇവിടെ പെൺകുട്ടി എന്നോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് പ്രായമോ ഒന്നും അല്ല പ്രശ്നം. ഇവിടെ നടത്തിയ ഗൂഢാലോചന അല്ലെ ഇത്തരത്തിലൊരു സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുവാൻ മനസ്സിൽ സാന്നിധ്യമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത്തരത്തിലൊരാൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായത്തിന്റെയോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ടിട്ടാണ് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷയിലേക്ക് കോടതി പോയിട്ടുള്ളത്. വളരെ നന്ദി വിഷ്ണു വിജയൻ ഈ ഒരു അവസരത്തിൽ വിശദമായി കാര്യങ്ങൾ വിലയിരുത്തിയതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.